കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചനം പങ്കിടുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എടുത്ത വിഷയം ദൈവശബ്ദം എങ്ങനെയൊക്കെ കേൾക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നുവല്ലോ. ഒന്നാമത് നാം ചിന്തിക്കുകയായിരുന്നു, ദൈവവചന ധ്യാനത്തിൽ കൂടെ ദൈവാത്മാവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയും. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട വചനമായതുകൊണ്ട് തന്നെ ഏതു വചനത്തിൽ കൂടെയും നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു. തിരുവെഴുത്ത് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-7 വാക്യത്തിൽ പറഞ്ഞു, ആത്മാവ് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവിൻ്റെ വചനം പറയുക. ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രീതിയാണ് പ്രസംഗത്തിൽ കൂടെയുള്ള ദൈവശബ്ദം. യേശുക്രിസ്തുവിൻ്റെ ആത്മീക ശരീരമായിരിക്കുന്ന ദൈവസഭയുടെ ഗ്രഹവിചാരകനായിരുന്ന അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ ദൈവസഭയ്ക്ക് എഴുതുന്ന ഒരു പ്രത്യേക വചനമുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ തന്നെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 2-13 വാക്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് തെസ്സലോനിക്കയിലെ ദൈവവചനത്തെ സ്വീകരിച്ച രീതിയാണ്. അവരോട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചത് മനുഷ്യനാണെങ്കിലും അവരത് സ്വീകരിച്ചത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, മറിച്ച് സാക്ഷാൽ ആകുന്നതുപോലെ തന്നെ ദൈവവചനത്തെ അങ്ങനെ തന്നെ അവർ സ്വീകരിക്കുകയായിരുന്നു. ഒരു വ്യക്തി ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആ വ്യക്തിയല്ല നമ്മൾ നോക്കേണ്ടത്, ആ വ്യക്തിയിൽ കൂടെ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ആയിരിക്കണം. വചനത്തെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ സ്വീകരിച്ചാൽ തിരുവെഴുത്ത് തന്നെ ഗ്യാരണ്ടിയോട് പറയുകയാണ്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കും. ദൈവവചന ശുശ്രൂഷയെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 4-11 വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കത്വമായിരിക്കട്ടെ. ദൈവവചന ശുശ്രൂഷയുടെ ഗൗരവത്തെയാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതേ ആശയം തന്നെ മറ്റൊരു രീതിയിൽ അപ്പോസ്തലനായ പൗലോസും പറയുന്നുണ്ട്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-20 വാക്യം. ഓരോ വചന ശുശ്രൂഷകരും ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തെ തന്നെ ആശ്രയിക്കേണ്ടതുണ്ട്. മാർക്കറ്റുകളിൽ ഇന്ന് പ്രസംഗക്കുറിപ്പുകളുടെ ഏറെ പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. എന്നാൽ ഏതോ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ചില ആശയങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ഇപ്രകാരമുള്ള പ്രസംഗക്കുറിപ്പുകളല്ല. ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ദൈവവചന വെളിപ്പാടുകൾ തന്നെയാണ്. ദൈവവചന ശുശ്രൂഷയുടെ നല്ലൊരു മാതൃകയാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ. 1 കൊരിന്ത്യർ ലേഖനം 11-23 വാക്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോസ്തലന്മാരെല്ലാവരും കർത്താവിൽ നിന്നും പ്രാപിച്ചിട്ടാണ് അത് ദൈവജനത്തിന് കൈമാറിയത്. ഓരോ ലേഖനങ്ങളുടെ പിന്നിലും ഓരോ അവരുടെ എഴുത്തുകളുടെ പിന്നിലും ദൈവാത്മാവിൻ്റെ ചലനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 13-10 വാക്യത്തിൽ നമുക്ക് ഒരു പ്രത്യേക സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗം കേട്ട് കർത്താവിൽ വിശ്വസിച്ച ദേശാധിപതിയുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ എലിമാസ് എന്ന വിദ്വാൻ ശ്രമിക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പൗലോസ്, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവെ, കർത്താവിൻ്റെ നേർവഴിയെ മറിച്ച് കളയുന്നത് മതിയാക്കിയില്ലയോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക. ക്ഷണത്തിൽ അവൻ അന്ധനായി മാറുക. പൗലോസിന്റെ വായിൽ നിന്നും ആ വാക്കുകൾ പുറപ്പെട്ടപ്പോൾ തന്നെ എലിമാസിന്റെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു. തിരുവെഴുത്ത് പറഞ്ഞു, നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-19 വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മനിയോഗത്താലുള്ള ദൈവവചന ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയാലാണ് എലിമാസിന്റെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചത്. യേശുക്രിസ്തുവിനെ അറിയാത്തവരോട് സുവിശേഷം പ്രസംഗിക്കുമ്പോഴും ദൈവജനത്തോട് അവരുടെ ആത്മീയ വർധനവിനായുള്ള ക്രിസ്തുവിൻ്റെ വെളിപ്പാട് പ്രസ്താവിക്കുമ്പോഴും ആ വചനത്തിൽ ആ വെളിപ്പാടുകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് കേൾവിക്കാരുടെ ഉള്ളിൽ ക്രിയ ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് പുഴവക്കത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ ആരംഭിച്ചപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടി കർത്താവ്
ലുദിയയുടെ ഹൃദയം തുറന്നുവെന്ന് തിരുവെഴുത്ത് തന്നെ പറയുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ആദാമിന്റെ അനുസരണക്കേട് നിമിത്തമായി ഓരോ മനുഷ്യാത്മാവിലും പൈശാചിക ശക്തികൾ ശക്തമായി ക്രിയ ചെയ്യുന്നുണ്ട്. അവൻ ഉയർത്തിയിരിക്കുന്ന കോട്ടകളുണ്ട്. ആ കോട്ടകളെ തകർത്ത് ജീവന്റെ വചനം ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാണ് ഹൃദയങ്ങളെ ഒരുക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കർത്താവിൽ നിന്നും പ്രാപിച്ച ഒരു ദൈവിക വെളിപ്പാട് അവിടെ കൊടുക്കുന്നുണ്ട്. തേജസ്സുള്ള ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ആദാമിന്റെ അനുസരണക്കേട് മുതലാണ് ഇങ്ങനൊരു പൈശാചിക സ്വാധീനം മനുഷ്യ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുവാൻ ആരംഭിച്ചത്. എന്നാൽ എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുകയും പിശാചിനാൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന മനുഷ്യ മനസ്സുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന കോട്ടകളെ തകർത്ത് ദൈവത്തിന്റെ വചനം അതിന്റെ ക്രിയ ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദൈവാത്മ പ്രവൃത്തിയാണ് പൗലോസിന്റെ വചന ശുശ്രൂഷയിൽ ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നുവെന്ന് തിരുവെഴുത്ത് തന്നെ സാക്ഷ്യം പറയുന്നത്. ദൈവവചനം ശുശ്രൂഷിക്കുന്നവരും അത് കേൾക്കുന്ന ദൈവജനവും മഹത്വം നൽകേണ്ടത് എപ്പോഴും ദൈവത്തിന് തന്നെയാകണം. ഒരിക്കലും പ്രസംഗത്തിന് മഹത്വം കൊടുക്കരുത്. ശതാധിപനായിരിക്കുന്ന കൊർന്നേല്യോസിന്റെ വീട്ടിലേക്ക് ദൈവം അയച്ച പത്രോസ് വന്നപ്പോൾ കൊർന്നേല്യോസ് പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നീ വന്നത് ഉപകാരം, ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടെ ഇരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 33-ാം വാക്യത്തിലാണ് അത് പറയുന്നത്. കൊർന്നേല്യോസും വീട്ടുകാരും അപ്പോൾ ഇരിക്കുന്നത് അപ്പോസ്തലനായ പത്രോസിന്റെ മുമ്പിലാണ്. എങ്കിലും ദൈവത്തെ അത്രത്തോളം ഒന്നും അറിയാത്ത കൊർന്നേല്യോസ് പത്രോസിനെല്ലാം മഹത്വം കൊടുക്കുന്നത് പത്രോസിനെ തൻ്റെ വീട്ടിലേക്ക് അയച്ച ദൈവത്തിന് തന്നെയാണ് മഹത്വം കൊടുക്കുന്നത്. അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആ കൊർന്നേല്യോസിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വളരെ ശക്തമായി തന്നെ വെളിപ്പെട്ടു വരികയാണ്. ദൈവഭയത്തോടെ ദൈവസ്നേഹത്തിന്റെ സന്ദേശം ശ്രദ്ധിച്ച കൊർന്നേല്യോസിന്റെ മേലും അവന്റെ വീട്ടുകാരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ തന്നെ അവരിലേക്ക് ഇറങ്ങി വരിക. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവജനവും ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല അവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയെയും അവരനുഭവിച്ചറിയുക തന്നെ ചെയ്യും. ഓരോ വചന ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഓരോ പ്രസംഗത്തിൽ കൂടെയും ആത്മാവിന്റെ സ്വരം അത് വെളിപ്പെട്ട് വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ശമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ യഹോവയെ അരുളിച്ചെയ്യണമേ അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവപാദപീഠത്തിൽ പോലെ നമുക്ക് ദൈവപാദപീഠത്തിലുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ നമ്മളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ നിർബന്ധിച്ചാണ് എന്നെ ആ പ്രാർത്ഥനാ ഹാളിലേക്ക് കൊണ്ടുപോയത്. മുണ്ടിപ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ കേട്ട വചനം എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചു. ആ വചന ശുശ്രൂഷ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ദൈവാത്മാവിൻ്റെ സ്വരം ആ ദൈവദാസനിൽ കൂടെ ഞാൻ കേൾക്കുകയായിരുന്നു. എന്നതുപോലെ ദൈവജനമേ, നമ്മുടെ സുവിശേഷ യോഗങ്ങളിലാകട്ടെ, ഭവന പ്രാർത്ഥനകളിലാകട്ടെ, ഉപവാസ പ്രാർത്ഥനകളിലാകട്ടെ, ആരാധനാ യോഗങ്ങളിലാകട്ടെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചന ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയെ നമുക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ശമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ ഓരോ ദൈവവചന ശുശ്രൂഷയിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കാം. യഹോവയെ അരുളിച്ചെയ്യണമേ അടിയനിതാ.